എല്ലാ ദിവസവും ഈ നേരാവും. ഓണത്തിന് മുമ്പ് തീർത്തു കൊടുക്കേണ്ട വർക്കും കിടക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദിവസം വർക്ക് മാറ്റി വെക്കാനും പറ്റില്ല. അയ്യോ, അത് വേണ്ട വിനയ. പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ വർക്ക് തീർത്തു കൊടുത്തില്ലെങ്കിലേ നമ്മുടെ പേര് പോവും. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. പിന്നെ പോവാൻ പറ്റുന്നത് തിരുവോണത്തിനാ. അതെന്തായാലും പോണം. ഈ പിള്ളേർക്ക് ഡ്രസ്സും മറ്റും കൊണ്ടു കൊടുക്കാൻ അമ്മയും മാമനും ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ മോനെയും കൊണ്ടുപോകണം. അപ്പോ നിങ്ങളുടെ ഇത്തവണത്തെ ഓണം മാഷിന്റെ കൂടെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് അറിയില്ലല്ലോ. എന്തായാലും സമയം കിട്ടുമ്പോഴേ മാഷിനൊന്ന് വിളിച്ചേക്ക് വിനയ. അദ്ദേഹം ഒരു പ്രതീക്ഷ തന്ന സ്ഥിതിക്ക് വിനയന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുമെന്നാണ് എന്റെ വിശ്വാസം. വിളിക്കണം. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അതിനിടയിൽ ചിലപ്പം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? ധനേട്ടൻ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിലും ആ ഒരു പ്രതീക്ഷ കിടപ്പുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി വിളിക്കാതെ അച്ഛനായിട്ട് ഇങ്ങോട്ട് വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്താൽ അതല്ലേ നല്ലത്? അതുപോലെ തന്നെ സംഭവിക്കട്ടെ വിനയ. ഞാനും അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ കഴിച്ചോ തോന്നെ? ഇല്ല, വിളിച്ചപ്പോ നിങ്ങളൊക്കെ കഴിച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞു. പുറത്തുള്ള ആൾക്ക് ഫുഡ് കൊടുത്തോ? ആയില്ല, എല്ലാവരും കഴിച്ച ശേഷമേ കൊടുക്കാറുള്ളൂ. ഇന്ന് നിനക്ക് നേരത്തെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തോടാ. പക്ഷേ അയാളെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നീ നിന്റെ അനിയനും കൂടി ഒരു തീരുമാനം പറയണം. ഞങ്ങളുടെ തീരുമാനത്തിന് എന്താ വില? എല്ലാം അമ്മയല്ലേ തീരുമാനിക്കുന്നത്. ഇതും അമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഓ, അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് എങ്ങനെ വേണമെന്നുള്ള തീരുമാനമാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടത്. നിങ്ങൾക്ക് അയാളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സമാധാനത്തോടെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, അത് ഞാൻ തന്നെ ചെയ്താൽ മതിയെന്നാണെങ്കിൽ എന്റെ രീതി സമാധാനത്തിലായിരിക്കില്ല. അത് നിങ്ങൾക്കറിയാലോ. ഒരു മയോ ഞാൻ അയാളോട് കാണിക്കില്ല. അയാളെ എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. പിന്നെ അവസാനം അമ്മ കൈവിട്ട കളി കളിച്ചെന്ന് മക്കൾ വന്ന് കംപ്ലൈന്റ് പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? പറഞ്ഞേക്കാം. അമ്മയൊരു കാര്യം തീരുമാനിച്ചതാ. അയാളെ എന്തെങ്കിലും പറഞ്ഞ് മയത്തിൽ വിടുന്ന പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. സോനെ, അങ്ങനെ അദ്ദേഹത്തെ മയത്തിൽ പറഞ്ഞ് വഴിയിലോട്ട് ഇറക്കി വിടാനൊന്നും പറ്റില്ല. പോകാനൊരു ഇടമല്ലാതെ അയാൾ പെരുവഴിയിലായാൽ ആളുകൾ ഞങ്ങളോട് കൂടിയായിരിക്കും ചോദിക്കുന്നത്. പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷെൽട്ടറിലേക്ക് തന്നെയായിരിക്കണം ഇന്ദിരേട്ടാ. അതെങ്കിലും നമ്മൾ ആ മനുഷ്യന് വേണ്ടി ചെയ്യണം. ഇന്ദിരേട്ടാ, ഏട്ടൻ ഇന്ന് തന്നെ അയാളോടൊന്ന് സംസാരിക്കാം. പറ്റിയൊരു സ്ഥലം നമുക്ക് നാളെ തന്നെ കണ്ടെത്താം. ഞാൻ സംസാരിക്കാം. ഒരിടം ശരിയാവുന്നവരെ അമ്മ അയാളിവിടെ നിർത്തുമായിരിക്കും അല്ലേ? അത് വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു നോക്കാം. അയാൾ പോകുന്നുള്ള ഉറപ്പ് കിട്ടിയ അമ്മ അതിനാവശ്യമായ സമയം കൊടുക്കുന്ന എന്റെ പ്രതീക്ഷ. എങ്കിൽ പിന്നെ ഇന്ദിരേട്ടൻ ഇന്ന് തന്നെ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കും. അതിലൊരു തീരുമാനമായ അത്രയും സമാധാനമായല്ലോ. അതെ, ഇനിയും ആ മനുഷ്യന്റെ പേരിൽ ഇനി കുടുംബത്തിന്റെ സ്വസ്ഥത കളയാൻ വയ്യ. ഇതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. ഹലോ, ഇന്ദ്രേട്ടാ.
ഞാനേ കിടക്കാൻ നേരത്തെ അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ഇന്ദ്രേട്ടൻ കിടന്നായിരുന്നോ? ഇല്ല. അല്ല, നിന്റെ ജോലി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാം. ഏയ് കുഴപ്പമില്ല ഇന്ദ്രേട്ടാ. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഇന്ദ്രേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കില്ലെന്ന് എനിക്കറിയാം. അത് പിന്നെ ഇവിടെ പുതിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അമ്മ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ കാണാനില്ലത്രേ. 20,000 രൂപ കാണാനില്ലെന്നോ? അതെ, ആ മനുഷ്യനോടുള്ള അമ്മയുടെ പ്രതികാര നടപടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ 20,000 രൂപ മോഷ്ടിച്ചത് അയാളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തില അമ്മ. ആ ആ പേര് പറഞ്ഞായിരിക്കും ഇനി ആ മനുഷ്യനെ ദ്രോഹിക്കാൻ പോകുന്നത്. ഇന്ദ്രേട്ടാ, അതാ 2 ലക്ഷം കൈക്കലാക്കാൻ പറ്റാത്തതിന്റെ ചൊരുക്ക. അതിനുവേണ്ടി അമ്മ കിച്ചൺ മുഴുവൻ അരിച്ചു പെറുക്കി കാണും. അതെങ്ങനെ? ആ പണം അദ്ദേഹം കിച്ചണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ദ്രേട്ടാ. എന്തായാലും അമ്മ ഇത്രയും അന്വേഷണാത്മകമായിട്ട് അധ്വാനിച്ചതല്ലേ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം.